ഓക്കെ. അതുപോലെ ലിങ്ക് ബേസിൽ ഫസ്റ്റ് മൊഡ്യൂളിന്റെ നോട്ടും ക്വസ്റ്റ്യൻ ബാങ്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ഒന്ന് നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ആണ് അല്ലെ. അതിൽ പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക് സിഗ്നൽസ് ആണ് പറഞ്ഞത്. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക് സിഗ്നൽസിന്റെ കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഓൾ കണ്ടിന്യൂസ് ടൈം സൈനസോയിഡൽ ആൻഡ് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നൽസ് ആർ പീരിയോഡിക്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു കുറച്ച് എക്സാമ്പിൾസ് വന്നിട്ടുണ്ടായി. സൈനസോയിഡലും അതുപോലെ തന്നെ എക്സ്പോണൻഷ്യലും ഉള്ള 2 എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലെന്തായിരുന്നു? അത് പീരിയോഡിക് ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അതിന്റെ പീരീഡ്, ഫണ്ടമെന്റൽ പീരീഡ് കണ്ടുപിടിക്കാനായിരുന്നു. അപ്പൊ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് അതിൽ തന്നെ വരുന്ന നമ്മൾ കണ്ടിന്യൂസ് ടൈമിന്റെ പീരിയോഡിസിറ്റിയെ ചെക്ക് ചെയ്തതിനുള്ളൂ. നമുക്ക് ഇനി ഡിസ്ക്രീറ്റ് ടൈമിന്റെ കേസിലുള്ള പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യണം. ഡിസ്ക്രീറ്റ് ടൈം, സൈനസോയിഡൽ ആൻഡ് എക്സ്പോണൻഷ്യൽ പീരിയോഡിസിറ്റി. ഓക്കെ, എന്താണ് ഡിസ്ക്രീറ്റ് ടൈം, സൈനസോയിഡൽ ആൻഡ് എക്സ്പോണൻഷ്യൽ പീരിയോഡിസിറ്റി. കണ്ടിന്യൂസ് ടൈമിന്റെ കേസിൽ ഓൾറെഡി പറഞ്ഞു, അതിന്റെ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിന്റെ സൈനസോയിഡൽ ആൻഡ് എക്സ്പോണൻഷ്യൽ പീരിയോഡിസിറ്റി എന്താണ്? ദേ ആർ പീരിയോഡിക് ആയിരിക്കും. ഓക്കെ, ആൻഡ് അതിന്റെ ഫണ്ടമെന്റൽ പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, അപ്പൊ ഇന്ന് ഡിസ്ക്രീറ്റ് ടൈം, സൈനസോയിഡൽ ആൻഡ് എക്സ്പോണൻഷ്യൽ പീരിയോഡിസിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതില് ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഫോർ എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ടു ബി പീരിയോഡിക്, ഓക്കെ, ഒമേഗ മസ്റ്റ് ബി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π/n. അതാണ് അതിന്റെ കണ്ടീഷൻ. എന്താണ്? ഫോർ എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ടു ബി പീരിയോഡിക്, for a discrete time signal to be periodic, when omega must be ഇതാണ് കണ്ടീഷൻ. എന്താണ്? ഫോർ എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ടു ബി പീരിയോഡിക്, ഒമേഗ മസ്റ്റ് ബി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π/n, വേർ n is the ഫണ്ടമെന്റൽ പീരീഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതല്ല. അപ്പൊ ഒമേഗ എന്തായിരിക്കണം? ഒമേഗ ഷുഡ് ബി ഈസ് ഈക്വൽ ടു, ഒമേഗ ഈസ് ഈക്വൽ സ്മോൾ എം എഴുതിയാൽ മതി. ഒമേഗ ഈസ് ഈക്വൽ ടു സ്മോൾ m ഇൻറ്റു 2π/N. ഇതാണ് കണ്ടീഷൻ. ഫോർ എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ടു ബി പീരിയോഡിക് ആണെങ്കിൽ ഒമേഗ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്? ഇറ്റ് ഷുഡ് ബി എ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π/n, where n is the fundamental period. ഓക്കെ, അപ്പോൾ ഒമേഗ is equal to m into 2π/n. ഓക്കെ, ഇവിടെ m and n ആർ എന്തായിരിക്കും? ഇന്റിജേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷനേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ മനസ്സിലായിട്ടുണ്ടോ? ആ ഒരു കണ്ടീഷൻ ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് കാണാം. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ചെക്ക് വെദർ ദ ഫോളോയിങ് സിഗ്നൽസ് ആർ പീരിയോഡിക് ഓർ നോട്ട്. ഫൈൻഡ് ഫണ്ടമെന്റൽ പീരീഡ് if periodic. Okay, check whether the following signals are periodic or not. Okay, and also find fundamental period if periodic.
ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ചെക്ക് വെദർ ദ ഫോളോയിങ് സിഗ്നൽസ് ആർ പീരിയോഡിക് ഓർ നോട്ട്, ഫൈൻഡ് ഫണ്ടമെന്റൽ പീരീഡ് ഇഫ് പീരിയോഡിക്. അപ്പം അതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിന്റെ കേസാണ്. സോ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2 സൈൻ 5 പൈ ബൈ 3n പ്ലസ് 2. ഇതാണ് ക്വസ്റ്റ്യൻ. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2 സൈൻ 5 പൈ ബൈ 3 ആണ്. 5 പൈ ബൈ 3 5 പൈ ബൈ 3 ആണ്. 3n പ്ലസ് 2. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? ഓക്കെ, അപ്പം ഇത് നോക്കേ, നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഇതിപ്പോ ഡിസ്ക്രീറ്റ് ടൈം ആണെങ്കിലും ഡിസ്ക്രീറ്റ് ടൈമിൽ നമ്മൾ സിഗ്നൽസിന്റെ ഒരു സ്റ്റാൻഡേർഡ് എങ്ങനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ എങ്ങനെ എഴുതാം? എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ എൻ പ്ലസ് 5. ഈ രീതിയിലല്ലേ ഒരു സൈൻസോടെ സിഗ്നൽ നമ്മളൊരു ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈനിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലാണ് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒമേഗയുടെ വാല്യൂവിന് പകരം എന്താണുള്ളത്? നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ എന്താണ്, ഈ രണ്ട് തന്നിരിക്കുന്ന സിഗ്നലും അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമും കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്തിട്ട് ഒമേഗയുടെ വാല്യൂ എന്ത് ചെയ്യുക, എടുത്തെഴുതാം. നിങ്ങൾക്ക് ഇതിൽ ഒമേഗ എത്ര കിട്ടി? ഒമേഗ ഈസ് ഈക്വൽ ടു എത്രയാണ്? ഒമേഗ ഈസ് ഈക്വൽ ടു വാട്ട്? ഈ രണ്ട് സിഗ്നൽസ് ഓക്കെ 5 പൈ ബൈ 3 അല്ലേ? ഓക്കെ, 5 പൈ ബൈ 3 ആണ് ഒമേഗ കിട്ടിയിരിക്കുന്നത്. 5 പൈ ബൈ 3. ഓക്കെ, അപ്പം മുന്നേ നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആണെങ്കിൽ ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ അതിൽ നിന്ന് ടൈം പീരീഡ് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പീരീഡ് കണ്ടുപിടിക്കും. ഓക്കെ, ഇവിടെ ബട്ട് നമുക്ക് വേറെയാണ് കണ്ടീഷൻ. ഒമേഗ എന്തായിരിക്കണം? നമുക്ക് കണ്ടിന്യൂസ് ടൈമിന്റെ കേസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ടൈം സൈനസോഡൽ ആൻഡ് എക്സ്പോണൻഷ്യൽ സിഗ്നൽസ് സിഗ്നൽസ് കേസിൽ പീരിയോഡ് is a integral multiple of 2 pi by n. 2 pi by n ന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഇത് ആ ഒരു വാല്യൂലാണ് ഉള്ളതെങ്കിൽ മാത്രമേ അത് പീരിയോഡിക് ആവുകയുള്ളൂ. ഇപ്പൊ ഇവിടെ നമുക്ക് ഈസ് ഈക്വൽ ടു 5 പൈ ബൈ 3 ആണ്. അപ്പൊ അത് നോക്കുക, ആ 5 പൈ ബൈ 3 എന്നുള്ളത് ഇന്റഗ്രൽ ഓഫ് 2 പൈ അറിയാം. ഓക്കെ, നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഇതിനെ മാറി 5 ഇൻറ്റു 2 പൈ ബൈ 6 എഴുതിക്കൂടെ? 5 പൈ ബൈ 3നെ ചേഞ്ച് ചെയ്തിട്ട് 5 ഇൻറ്റു 2 പൈ ബൈ 6 എഴുതിക്കൂടെ? 2 ബൈ 6 എന്ന് പറഞ്ഞാൽ 1 ബൈ 3 തന്നെയാണ് അല്ലെ? ഇതുപോലെ മാറ്റി എഴുതിക്കൂടെ? ഇതുപോലെ മാറ്റി എഴുതിക്കൂടെ? ഒമേഗ ഈസ് ഈക്വൽ ടു 5 പൈ ബൈ 3 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അതിന് നമുക്ക് മാറ്റിയിട്ട് 5 ഇൻറ്റു 2 പൈ ബൈ 6 എഴുതാം അല്ലെ? ഇവിടെ എന്താ 5 ഇൻറ്റു 1 ബൈ 3 പൈ ആണുള്ളത് അല്ലെ? അപ്പം 1 ബൈ 3നെ മാറ്റി നമുക്ക് 2 ബൈ 6 എഴുതാം. അപ്പൊ എഴുതാം. ഇവിടെ നോക്കിയേ, ഇത് എന്താണ്? ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് m ഇൻറ്റു 2 പൈ ബൈ n അല്ലേ? ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് m ഇൻറ്റു 2 പൈ ബൈ n എന്നുള്ള ഫോമിലല്ലേ ഉള്ളത്? വേർ എമ്മിന് പകരം എന്തുണ്ട്? 5 ഉണ്ട്, എന്നിന് പകരം 6 ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈ ഒരു ഒമേഗനെ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2 പൈ ബൈ n അല്ലെ? അപ്പം അതിന് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2 പൈ ബൈ n ആക്കി എഴുതാൻ പറ്റി. എഴുതാൻ പറ്റിയത് കൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന സിഗ്നൽ എക്സ് ഓഫ് എൻ എന്താണ്? പീരിയോഡിക് ആണ്. ആൻഡ് ഓൾസോ പീരിയോഡിക് ആണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ ഫണ്ടമെന്റൽ പീരീഡ് അല്ലെ? ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യണം സിഗ്നൽ പീരിയോഡിക് ആണോ അല്ലയോ. ഈ സിഗ്നൽ പീരിയോഡിക് ആണോ അല്ലെങ്കിൽ അല്ലയോ? എന്താണ് നിങ്ങളുടെ ആൻസർ? തന്നിരിക്കുന്ന സിഗ്നൽ പീരിയോഡിക് ആണോ അല്ലെങ്കിൽ നോൺ പീരിയോഡിക് ആണോ? പീരിയോഡിക് ആണ് അല്ലെ? ആണ്. അപ്പം പീരിയോഡിക് ആണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ഒമേഗനെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2 പൈ ബൈ എന്നുള്ള രീതിയിലേക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി പീരിയോഡിക് ആണെങ്കിൽ എന്താ പറയുന്നത്? ദെൻ ഫൈൻഡ് ദ ഫണ്ടമെന്റൽ പീരീഡ് എന്നാ പറയുന്നത് അല്ലെ? ക്വസ്റ്റ്യനിൽ ഇഫ് പീരിയോഡിക്
then find the fundamental period. അപ്പം ഇതിൽ ഫണ്ടമെന്റൽ പീരീഡ് n എത്രയായിരിക്കും? ഈ ഒരു കേസിൽ n ആണ് ഫണ്ടമെന്റൽ പീരീഡ്. കണ്ടിന്യൂസ് ടൈമിന്റെ കേസിൽ t ആയിരുന്നു ഫണ്ടമെന്റൽ പീരീഡ് എങ്കിൽ ഡിസ്ക്രീറ്റ് ടൈമിന്റെ കേസിൽ ക്യാപിറ്റൽ n ആണ് എന്ത് ഫണ്ടമെന്റൽ പീരീഡ്. യെസ് 6 അല്ലേ? 6 ആണ് എന്ത് ഫണ്ടമെന്റൽ പീരീഡ് n. n ഈസ് ഈക്വൽ ടു 6. അപ്പൊ ഇത്രേ അതിന്റെ ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പൊ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആണെങ്കിൽ നമുക്ക് വി ഹാവ് ടു ചെക്ക് ഫസ്റ്റ് എന്താണ് ഇഫ് ഇറ്റ് ഈസ് പീരിയോഡിക് ഓർ നോട്ട്. അത് ചെക്ക് ചെയ്യാം. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പീരിയോഡിക് ആണെങ്കിൽ അതിന്റെ ഫണ്ടമെന്റൽ പീരീഡ് കാണാം. ഓക്കെ, ഇവിടെ n ആണ്, ക്യാപിറ്റൽ n ആണ് ഫണ്ടമെന്റൽ പീരീഡ്. അപ്പൊ ഒന്നുമില്ല, തന്നിരിക്കുന്ന സിഗ്നലിനെ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് ഒമേഗേന്റെ വാല്യൂ എടുത്ത് എഴുതുക. എന്നിട്ട് ആ കിട്ടിയ ഒമേഗേന്റെ വാല്യൂനെ നമുക്ക് ഒരു ഇൻഡിജർ ഇൻറ്റു 2π/n ആ രീതിയിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ മാറ്റാൻ പറ്റുവാണെങ്കിൽ എന്താണ് അത് പീരിയോഡിക് ആണ്. ഇനി പീരിയോഡിക് ആണെങ്കിൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? വി ഹാവ് ടു ഫൈൻഡ് ദ ഫണ്ടമെന്റൽ പീരീഡ്. ഓക്കെ, അപ്പം ആ രീതിയിൽ മാറ്റി എഴുതി m × 2π/n മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഡയറക്റ്റ് ആയിട്ട് n വാല്യൂ കിട്ടും. n എന്താണ് ഫണ്ടമെന്റൽ പീരീഡ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ 6 കിട്ടി. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കൂടെ? നെക്സ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി തരാം, അതൊന്ന് നിങ്ങൾ വേഗം ഒന്ന് ചെയ്തേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഓഫ് n അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു e⁻3/5n പ്ലസ് π/2. ഇതാണ് ക്വസ്റ്റ്യൻ. വേണ്ടിട്ട് പറഞ്ഞേ. Check whether the signal is periodic or not. If periodic, then find the fundamental period. പീരിയോഡിക് ആണോ? എന്താണ് ആൻസർ കിട്ടിയത്? പീരിയോഡിക് ആണോ? ഒമേഗയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? നിങ്ങൾക്ക് കിട്ടിയത് പറഞ്ഞോ. എന്താണ് പീരിയോഡിക് ആണോ എന്നാണോ അല്ലെങ്കിൽ നോട്ട് പീരിയോഡിക് എന്നാണോ? ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? ഹലോ,
ഹലോ, ഓഡിബിൾ അല്ലേ? ഓക്കെ, എന്താണ് ആൻസർ ഇട്ടത്? പീരിയോഡിക് ആണോ? ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയാണ്? അല്ല അല്ലേ, ഇ റൈസ് ടു ജെ ഒമേഗ എൻ പ്ലസ് 5 അല്ല, ഈ രീതിയിലാണ് എഴുതുക. അപ്പൊ ഒമേഗയുടെ വാല്യൂ എത്ര കിട്ടി? ഒമേഗ ഈസ് ഈക്വൽ ടു 3/5 ആണ് കിട്ടിയത്. 3/5 ഇതിനെ ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π/n എന്നുള്ള ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല അല്ലെ, ഇവിടെ പൈ എന്നുള്ളൊരു വാല്യൂ വരുന്നില്ല. നമുക്ക് m ഇൻറ്റു 2π/n എന്നുള്ള ഫോമിലേക്ക് എഴുതാൻ പറ്റണം. ഇതിനെ ആ രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ട് എന്താണ് x of n is not periodic sequence അല്ലെ? why? because it cannot be written in the form of m into 2π/n അല്ലെ. omega cannot be written in the form of m into 2π/n. so this signal x of n is not periodic അല്ല. അതുകൊണ്ട് നമുക്ക് അതിന്റെ പീരീഡ് പിന്നെ കണ്ടുപിടിക്കണ്ട അല്ലെ. അപ്പൊ നിങ്ങൾ കൺക്ലൂഷൻ ആയിട്ട് എന്ത് എഴുതണം? x of n is not periodic sequence. ഈ രീതിയിൽ ഫൈനലായിട്ട് ആൻസർ എഴുതണം. പീരിയോഡിക് ആണോ അല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ അത് എഴുതി വെക്കണം. ഓക്കെ, അതിന് റീസൺ ആയിട്ട് ഇവിടെ ഇറ്റ് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഒമേഗ കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് m into 2π/n അങ്ങനെ എഴുതി വെച്ചിട്ട് അതിന്റെ ലാസ്റ്റ് ആയിട്ട് x of n is not periodic sequence. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഈ രീതിയിലാണ് ഡിസ്ക്രീറ്റ് ടൈമിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഫണ്ടമെന്റൽ പീരീഡും കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇനി അതിൽ വരുന്ന തന്നെയാണ് പീരിയോഡിസിറ്റി ഓഫ് സം ഓഫ് മൾട്ടിപ്പിൾ സിഗ്നൽസ്. Periodicity of some multiple signals. Periodicity of sum of multiple signals. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ ചെയ്യാം. ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ മോർ ദാൻ 1 സിഗ്നൽസ്, ഇത് സം ഓഫ് സിഗ്നൽസ് വരുന്നു. ഡിഫറെന്റ് സിഗ്നൽസിന്റെ അഡീഷൻ വരുന്ന കേസിൽ നമ്മൾ അവിടെ എങ്ങനെയാണ് അതിന്റെ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനൊരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. നമുക്ക് ക്വസ്റ്റ്യൻ വെച്ച് തന്നെ ചെയ്തു പോവാം. Check whether the following signal is periodic or not. If periodic, find the fundamental period. ഓക്കെ, നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഞാൻ അവിടെ ക്വസ്റ്റ്യൻ എടുത്ത് ഓക്കെ ഞാൻ എഴുതാന്നാൽ. Check whether the following signal is periodic or not. If periodic, find the fundamental period. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിക്കോ. x of t is equal to cos 1.25 t plus cos 2 pi t plus cos 2.8 pi t. ഇതാണ് സിഗ്നൽ. x of t is equal to cos 1.2 pi t plus cos 2 pi t plus cos 2.8 pi t. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നോക്കിയേ, ഒറ്റൊരു സിഗ്നൽ അല്ല അല്ലേ, ഇവിടെ സിഗ്നൽസിന്റെ അഡീഷൻ ആണ്. 3 സിഗ്നൽസ്
സം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സം ഓഫ് മൾട്ടിപ്പിൾ സിഗ്നൽസ് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യാം, അതാണ് ഈ തേർഡ് കേസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുക, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, മുന്നേ ചെയ്ത പോലെ ഈ ഓരോ സെപ്പറേറ്റ് സിഗ്നൽസിലുള്ള ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കാം. നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് കമ്പയർ ചെയ്താൽ ω1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1.25. ഓക്കെ, ω2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 2π. ആൻഡ് ഫൈനലി ω3 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 2.8π കിട്ടി. ഇനി നമ്മൾ മുന്നേ ഫസ്റ്റ് കണ്ടിന്യൂസ് ടൈമിന്റെ കേസിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഇതിപ്പം കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണ് അല്ലേ, സോ നമുക്ക് ഇതിന്റെ ഫണ്ടമെന്റൽ പീരീഡ് ടി ഡയറക്റ്റ്ലി ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പൊ ടി ഈസ് ഈക്വൽ ടു, ടി എന്ന് പറയുമ്പോൾ T1 എടുക്കണേ, T1 ഈസ് ഈക്വൽ ടു എന്താണ്, 2π/ω1 ആണ് അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/1.2π. ഈ പൈയും പൈയും ക്യാൻസൽ ആവും, 2/1.2 എന്ന് പറഞ്ഞാൽ നമുക്ക് 10/6 എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ T1 കിട്ടി. ഇനി നേരെ T2 is equal to 2π/ω2, that is equal to 2π/ω2 എത്രയാ, 2π. അപ്പൊ അത് രണ്ടും കൂടി ആകുമ്പോഴേക്ക് 2π/2π, that is equal to 1. അപ്പൊ T2 1 കിട്ടി. ഇനി ω3 T3 കാണുക, T3 is equal to എന്താണ്, 2π/ω3, that is equal to 2π/2.8π. പൈയും പൈയും ക്യാൻസൽ ചെയ്യും, 2/2.8 എന്ന് പറഞ്ഞാൽ 10/14 വരും. അത് ഫ്രാക്ഷനിൽ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി, T1 10/6 കിട്ടി, T2 1 കിട്ടി, T3 10/14 കിട്ടി. ഓക്കെ, അപ്പൊ ഇത്ര വരെ നമുക്ക് മുന്നേ ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെ അഡീഷൻ വരുന്നത് കൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ we have to find the ratios between each. ഇവിടെ ഇതിന്റെ റേഷ്യോസ് കാണണം. അപ്പൊ റേഷ്യോസ് നമ്മൾ എടുക്കുന്നത് ഫണ്ടമെന്റൽ അങ്ങനെ ആണ്. T2 എത്രയാണ്, 1/6/6 എത്ര കിട്ടും, 10/6 തന്നെ കിട്ടും. നമുക്ക് അതിനെ ഷോർട്ട് ആക്കിയിട്ട് 5/3 എന്ന് എഴുതാം. ഓക്കെ, ഇനി T എത്രയാണ്, 10/6 ആണ്, ഡിവൈഡഡ് ബൈ 10/14 ആണ്. ഓക്കെ, ക്യാൻസലായി, ഇത് ഫൈനലി എന്ത് വരും, 7/3. നമുക്ക് ഇതിനെ മാറ്റിയിട്ട് 10/6 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ, 14/10 എഴുതാം. അപ്പം ഈ 10ഉം ഈ 10ഉം ക്യാൻസൽ ആയി പോകും. എന്നിട്ട് അവിടെ നമുക്ക് 14/6 വരും, അതിന് സിംപ്ലിഫൈ ചെയ്ത് 7/3 എഴുതാം. അപ്പൊ റേഷ്യോസ് എന്തൊക്കെ കിട്ടി, 5/3 കിട്ടി, 7/3 കിട്ടി. ഓക്കെ, 5/3 കിട്ടി, 7/3 ഇത്ര. ഇത്ര വരെ ക്ലിയർ അല്ലേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ല, നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, ഇവിടെ മോർ ദാൻ 1 സിഗ്നൽസ് ഉള്ളത് കൊണ്ട് ഓരോ സിഗ്നലിന്റെയും ഒമേഗന്റെ വാല്യൂ സെപ്പറേറ്റ് കണ്ടു. ω1 ω2 ω3 എന്ന് എഴുതിയിട്ട് കണ്ടുവച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അതിന്റെ ഓരോന്നിന്റെയും ഫണ്ടമെന്റൽ പീരീഡും കണ്ടു, T1ഉം T2ഉം T3യും കണ്ടു. എങ്ങനെയാണ്, 2π/ω. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ റേഷ്യോസ് എടുക്കുക. ഓക്കെ, അപ്പം റേഷ്യോസ് എടുക്കേണ്ടത് എല്ലാത്തിനെയും ഫസ്റ്റ് T1 സിഗ്നലുമായിട്ടാണ് റേഷ്യോസ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ T1/T2 കാണാം, T1/T3 കാണാം. ഇനി 4 സിഗ്നൽസ് ഉണ്ടെങ്കിൽ T1/T4 കൂടി വരും. ഓക്കെ, അപ്പം അത് കണ്ടുവെക്കുക. അതാണ്, അത്ര വരെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത്ര വരെ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ ഒരു കണ്ടീഷൻ
ഇത് പീരിയോഡിക് ആണോ എന്നുള്ളതിന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ബോത്ത് റേഷ്യോസ് ആർ റേഷണൽ നമ്പേഴ്സ് ദെൻ എക്സ് ഓഫ് ടി ഈസ് പീരിയോഡിക്. ഈ തന്നിരിക്കുന്ന നമുക്ക് രണ്ട് റേഷ്യോസ് അല്ലേ, ഈ റേഷ്യോ ഉണ്ട് ഈ റേഷ്യോ ഉണ്ട്, T1/T2ന്റെയും T1/T3ന്റെയും രണ്ട് റേഷ്യോസ് ഉണ്ട്. ഇഫ് ദീസ് ടു റേഷ്യോസ് ആർ റാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇതുപോലെ ഫ്രാക്ഷണൽ ഫോമിലുള്ളത്. ഓക്കെ, റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ എക്സ് ഓഫ് ടി പീരിയോഡിക് ആണ്. ഓക്കെ, എല്ലാ അത് ഇറാഷണൽ നമ്പർ ആണെങ്കിൽ എക്സ് ഓഫ് ടി നോൺ പീരിയോഡിക് ആണ്. അപ്പൊ അതാണ് കൺക്ലൂഷൻ. നമുക്ക് ഇതുപോലെ റേഷ്യോസ് കണ്ടിട്ട് ഇഫ് റേഷ്യോസ് ആർ റാഷണൽ നമ്പേഴ്സ് ദെൻ എക്സ് ഓഫ് ടി ഈസ് പീരിയോഡിക് സിഗ്നൽ. ഓക്കെ, ഇഫ് റേഷ്യോസ് ആർ റാഷണൽ നമ്പേഴ്സ് then x of t, signal x of t is periodic. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. അപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് P/Q ഫോമിലേക്ക് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ അത് റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ എക്സ് ഓഫ് ടി പീരിയോഡിക് ആണ്, ഇറാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ എക്സ് ഓഫ് ടി എന്താണ്, നോൺ പീരിയോഡിക് ആണ്. ഓക്കെ, അപ്പൊ ഇത് പീരിയോഡിക് ആണോ അല്ലയോ എന്ന് മനസ്സിലായി. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞേ ഒന്ന് 5/3 ഒന്ന് 7/3 ആണ്, ഇത് റാഷണൽ നമ്പേഴ്സ് ആണോ, ഇത് എക്സ് ഓഫ് ടി പീരിയോഡിക് ആണോ, എന്താണ് നിങ്ങളുടെ കൺക്ലൂഷൻ? പീരിയോഡിക് ആണോ അല്ലയോ? യെസ്, പീരിയോഡിക് ആണ് അല്ലേ. ഓക്കെ, അപ്പൊ പീരിയോഡിക് ആണ്, കിട്ടി. ഓക്കെ, എക്സ് ഓഫ് ടി ഈസ് പീരിയോഡിക് സിഗ്നൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ, ഇഫ് പീരിയോഡിക് ദെൻ ഫൈൻഡ് ദ ഫണ്ടമെന്റൽ പീരീഡ് അല്ലേ. അപ്പൊ ഈ ഒരു കേസിൽ ഫണ്ടമെന്റൽ പീരീഡിന്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇത് പീരിയോഡിക് ആണെന്ന് മനസ്സിലായി, ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ഫണ്ടമെന്റൽ പീരീഡ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഇക്വേഷൻ ഫോർ ഫണ്ടമെന്റൽ പീരീഡ് എന്താണ്, ടി ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു T1. ഓക്കെ, വേർ എക്സ് ഈസ് ദ LCM ഓഫ് ഡിനോമിനേറ്റേഴ്സ് ഓഫ് റേഷ്യോസ്. നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് റേഷ്യോസിന്റെയും ഡിനോമിനേറ്ററിന്റെ LCM ആണ് എക്സ്. ഓക്കെ, T1 എന്താ, നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഫണ്ടമെന്റൽ പീരീഡ് T1 ഈ T1 നമുക്ക് ആദ്യം കിട്ടിയ T1. എത്രയാണ്, രണ്ടിന്റെയും സെയിം ആയതുകൊണ്ട് 3 തന്നെയാണ് അല്ലെ. ലീസ്റ്റ് കൗണ്ട് മൾട്ടിപ്പിൾ എന്താണ്, 3. T1 എത്രയാണ്, T1 എത്രയാണ്, 10/6 ആണ് അല്ലെ. നമുക്ക് T1 കിട്ടിയിരിക്കുന്നത് 10/6 അല്ലേ, അല്ലെങ്കിൽ 5/3. 10/6 or 5/3 എഴുതാം. അപ്പൊ അതിന്റെ ആൻസർ എന്ത് കിട്ടും, 5 സെക്കൻഡ്സ് ആണ് ഫണ്ടമെന്റൽ പീരീഡ്, 5 സെക്കൻഡ്സ്. ഇത് ക്ലിയർ ആണോ? ഇപ്പൊ പീരിയോഡിസിറ്റിന്റെ കേസാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ 3 കാര്യങ്ങൾ നമുക്ക് 3 സെക്ഷൻസ് നമുക്ക് നോക്കാനുണ്ട്. ഫസ്റ്റ് സെക്ഷൻ എന്താണ്, അതൊരു നോട്ട് വെച്ചിട്ട് പറയുന്നതാണ്. എന്താണ്, ഓൾ കണ്ടിന്യൂസ് ടൈം സൈനസോഡൽ ആൻഡ് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നൽസ് ആർ പീരിയോഡിക്. അപ്പൊ അത് പീരിയോഡിക് ആണെന്ന് നമുക്ക് അറിയാം, അപ്പൊ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതിൽ നമുക്ക് തരിക ഫൈൻഡ് ദ ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന അതിന്റെ ഫോമിനെയും കമ്പയർ ചെയ്ത് അതിൽ നിന്ന് ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിച്ച് T is equal to 2π/ω സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയറക്ട്ലി ഫണ്ടമെന്റൽ പീരീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്താണ്, ഡിസ്ക്രീറ്റ് ടൈം സൈനസോഡൽ ആൻഡ് എക്സ്പോണൻഷ്യൽ സിഗ്നൽസിന്റെ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യലാണ്. ഓക്കെ, സെക്കൻഡ് കേസിൽ ഡിസ്ക്രീറ്റ് ടൈമിന്റെ കേസ്. അപ്പൊ അവിടെ എന്താണ് കണ്ടീഷൻ, ഇഫ് എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഈസ് പീരിയോഡിക് ഓൺലി വെൻ ഒമേഗ ഇസ് എ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π/n. ഒമേഗയുടെ വാല്യൂ എപ്പോഴാണോ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π/n വരുന്നത് അപ്പോഴാണ് ആ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ അത് പീരിയോഡിക് ആകുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വേണ്ടത്, ഇവിടെയും സെയിം അപ്രോച്ച് തന്നെ. നമ്മൾ തന്നിരിക്കുന്ന സിഗ്നൽസിനെ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിനെ m × 2π/n ആ ഒരു ഫോമിലേക്ക് എഴുതാൻ പറ്റുമോ എന്ന് നോക്കും. m × 2π/n അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ പീരിയോഡിക് ആണ്. ഓക്കെ, പീരിയോഡിക് ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഫണ്ടമെന്റൽ പീരീഡ് ആണ്. അത് ആ ഇക്വേഷനിൽ n പകരം ഏതാണോ വരുന്നത്, ഇവിടെ 6 ആണ് വരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഫണ്ടമെന്റൽ പീരീഡ് n = 6 ആണ്.
ഓക്കെ, ഇനി അത് പീരിയോഡിക് അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പീരിയോഡിക് സിഗ്നൽ എന്ന് മാത്രം എഴുതിയാൽ മതി, അതിന്റെ ഫണ്ടമെന്റൽ പീരീഡ് ഉണ്ടാകില്ല. ഓക്കെ, പിന്നെ തേർഡ് കേസ് വന്നതാണ് എന്ത്, പീരിയോഡിസിറ്റി ഓഫ് സം ഓഫ് മൾട്ടിപ്പിൾ സിഗ്നൽസ്. അതും സിമ്പിൾ തന്നെയാണ്. എന്താണ്, മോർ ദാൻ വൺ സിഗ്നൽസിന്റെ കോമ്പിനേഷൻ ആയിരിക്കും അല്ലെ, സം ഓഫ് മോർ ദാൻ വൺ സിഗ്നൽസ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഈച്ച് ഒമേഗ വാല്യൂസ് അല്ലെ, ഒമേഗ 1, ഒമേഗ 2, ഒമേഗ 3. അതെന്ത് ചെയ്യണം, തന്നിരിക്കുന്ന സിഗ്നലിനെ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്ത് എല്ലാത്തിന്റെയും ഒമേഗയുടെ വാല്യൂസ് ഒമേഗ 1, ഒമേഗ 2, ഒമേഗ 3 നമുക്ക് എഴുതി വെക്കുക. ഓക്കെ, എത്രത്തോളം സിഗ്നൽസ് ഉണ്ടോ അത്രയും ഒമേഗ വാല്യൂസ് ഉണ്ടാവും. ദെൻ എന്ത് ചെയ്യാം, T1 ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, T1 ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ചെയ്യാം, കാരണം കണ്ടിന്യൂസ് സിഗ്നലാണ്. സോ ഒമേഗന്റെ വാല്യൂ കിട്ടിയാൽ 2π ഒമേഗ ചെയ്താൽ മതി. ഓക്കെ, T1ഉം T2ഉം T3യും കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, റേഷ്യോസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലെ. അപ്പൊ റേഷ്യോസ് എപ്പോഴും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആയിരിക്കും, ഫസ്റ്റ് ഉള്ള സിഗ്നലിന് വിത്ത് റെസ്പെക്ട് ടു ആയിട്ടായിരിക്കും റേഷ്യോസ് കാണുക. അപ്പൊ T1/T2 ആൻഡ് T1/T3യും കണ്ടുവച്ചു. ഓക്കെ, കിട്ടിയിരിക്കുന്ന റേഷ്യോസ് ഡിനോമിനേറ്റേഴ്സ് അല്ല, ഫസ്റ്റ് നമുക്ക് അതിന്റെ ചെക്ക് ചെയ്യണം അല്ലെ. അപ്പൊ ഫസ്റ്റ് എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കിട്ടിയിരിക്കുന്ന റേഷ്യോസ് അത് എന്താണ്, റാഷണൽ നമ്പേഴ്സ് ആണോ അല്ലെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ് ആണോ നോക്കണം. റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ ആ വാല്യൂ നമുക്ക് P/2 എന്നുള്ള ഫ്രാക്ഷണൽ ഫോമിലേക്ക് എഴുതാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഒരു റാഷണൽ നമ്പർ ആണ്. 5/3, 7/3 എന്താണ്, അതും റാഷണൽ നമ്പർ ആണ്. സോ 2 റേഷ്യോസും എന്താണ്, റാഷണൽ നമ്പേഴ്സ് ആണ്. അങ്ങനെ റേഷണൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ദി സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് പീരിയോഡിക്. ഓക്കെ, അപ്പൊ പീരിയോഡിക് ആണെന്ന് മനസ്സിലായി. അപ്പൊ പീരിയോഡിക് ആണെന്ന് മനസ്സിലായ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, ഫണ്ടമെന്റൽ പീരീഡ് കണ്ടുപിടിക്കാണ് വേണ്ടത്. ഓക്കെ, അതിന്റെ ഇക്വേഷൻ ആണ് T is equal to x into T1. Okay, where T1 is the time period of the അല്ലെങ്കിൽ fundamental period of the first signal and x is the LCM of denominators of ratios. Okay, x എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന റേഷ്യോസിന്റെ ഡിനോമിനേറ്റേഴ്സിന്റെ LCM ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ T is equal to 3 into 10/6 കിട്ടും. നമുക്കതിന് 5 seconds കിട്ടി. ഓക്കെ, അപ്പൊ ഈ 3 പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻസും ക്ലിയർ അല്ലേ? നിങ്ങൾ ചെയ്ത് പഠിച്ചാലേ അത് ക്ലിയർ ആവുള്ളൂ. ഇത് അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ്, അതാണ് ഞാൻ എന്താണ് ഹോംവർക്കുകൾ തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊരു ബേർഡൻ ആയിട്ട് എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ പീരിയോഡിസിറ്റിന്റെ കേസസ് അവിടെ ഫിനിഷ് ആയി. ഇനി നമുക്ക് ഉള്ളത് വേറൊരു ക്ലാസിഫിക്കേഷൻ ഇവൺ ആൻഡ് ഓഡ് നമ്പേഴ്സ് ആണ്. സോറി, നമ്പേഴ്സ് അല്ല, ഓഡ് സിഗ്നൽസ് ആണ്. ഓക്കെ, ഇവൺ സിഗ്നൽസ് ആണ് ഓഡ് സിഗ്നൽസ്, അതാണ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, even and odd signals, even signal and odd signals. ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവൺ സിഗ്നൽ ആണെങ്കിൽ, ഓക്കെ, ഇവൺ സിഗ്നൽ ആണെങ്കിൽ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ എക്സ് ഓഫ് മൈനസ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ആയിരിക്കും. എക്സ് ഓഫ് മൈനസ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ആയിരിക്കും. ഓക്കെ, ആൻഡ് ഓൾസോ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എപ്പോഴും ഉണ്ടാകുക സിമെട്രിക്കൽ അബൌട്ട് ദ വെർട്ടിക്കൽ ആക്സിസ് ആയിരിക്കും. ഇവൺ സിഗ്നൽസ് എപ്പോഴും ഇതുപോലെയാണ് ഉണ്ടാകുക, അതിന്റെ വെർട്ടിക്കൽ ആക്സിസിൽ ഇതുപോലെ സിമെട്രിക്കൽ ആയിരിക്കും. എക്സ് ഓഫ് ടി ഇങ്ങനെയാണെങ്കിൽ -2 to 2 ആണെങ്കിൽ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ടാവുക, സിമെട്രിക്കൽ ആയിരിക്കും. ഇതിങ്ങനെ രണ്ട് ഈ വെർട്ടിക്കൽ ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള സിഗ്നൽസ്. ഓക്കെ, അതിന്റെ വെർട്ടിക്കൽ ആക്സിസ് എന്താണ്, ഇതുപോലെ സിമെട്രിക്കൽ ആയിരിക്കും. ഇതാണ് ഇവൺ സിഗ്നൽസ്. എക്സ് ഓഫ് മൈനസ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു കോസ് ഒമേഗ ടി. ഓക്കെ,
കോസ് ഓഫ് മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റ തന്നെയല്ലേ? കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ് അല്ലെ? അപ്പം എക്സ് ഓഫ് ടി എന്നുള്ള സിഗ്നൽ കോസ് ഒമേഗ ടി ആണെങ്കിൽ എക്സ് ഓഫ് മൈനസ് ടി എന്താകും? കോസ് മൈനസ് ഒമേഗ ടി ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? കോസ് ഒമേഗ ടി തന്നെയാണ് അല്ലെ? വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് ഓഫ് ടി ആണ്. സോ എക്സ് ഓഫ് മൈനസ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി തന്നെ കിട്ടി അല്ലെ? എക്സ് ഓഫ് മൈനസ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി തന്നെ കിട്ടി. അതാണ് ഇവൻ സിഗ്നൽസ്. എന്താണ്? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഇറ്റ് സെൽഫ്. അത് നമ്മൾ കോസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ തന്നെയാണ് അല്ലെ? അപ്പം എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി എടുത്തു കഴിഞ്ഞാൽ എക്സ് ഓഫ് മൈനസ് ടി എന്താണ്? കോസ് ഓഫ് മൈനസ് ഒമേഗ ടി വരും. അപ്പൊ കോസ് ഓഫ് മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ തന്നെയാണ്, വിച്ച് ഇസ് അഗൈൻ ഈക്വൽ ടു എക്സ് ഓഫ് ടി. സോ എക്സ് ഓഫ് മൈനസ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി. ആണോ? അതൊക്കെ സിമ്പിൾ ആണ്. അതാണ് ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇവൻ സിഗ്നൽസ് അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഓഡ് സിഗ്നൽസ് നോക്കിയേ. ഓഡ് സിഗ്നൽ എക്സ് ഓഫ് മൈനസ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് ടി. അതാണ് ഓഡ് സിഗ്നൽസ്. എക്സ് ഓഫ് മൈനസ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് ടി. ഓക്കെ, അതെന്തായിരിക്കും? ആന്റി സിമെട്രിക്കൽ അബൌട്ട് വെർട്ടിക്കൽ ആക്സിസ് ആയിരിക്കും. ആന്റി സിമെട്രിക്കൽ ആയിരിക്കും. ഓക്കെ, ആന്റി സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫിഗർ ഇതുപോലെ ആയിരിക്കും. ആന്റി സിമെട്രിക്കൽ ആയിരിക്കും, ഡയറക്റ്റ് അല്ല, ആന്റി സിമെട്രിക്കൽ ആയിരിക്കും. ഇതുപോലെയാണ് ഫിഗർ ഉണ്ടാകുക. ഇവൺ ആണെങ്കിൽ സിമെട്രിക്കൽ അബൌട്ട് വെർട്ടിക്കൽ ആക്സിസ് ആയിരിക്കും. ഓഡ് സിഗ്നൽ ആണെങ്കിൽ ആന്റി സിമെട്രിക്കൽ അബൌട്ട് വെർട്ടിക്കൽ ആക്സിസ് ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി. നമുക്കറിയാം എന്താണ്? സൈൻ മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് സൈൻ തീറ്റ അല്ലേ? അല്ലേ? അപ്പോൾ എക്സ് ഓഫ് ടി ഓൾറെഡി എഴുതി. എക്സ് ഓഫ് ടി എന്ന് that is minus t. മൈനസ് സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ടി. അപ്പോൾ എക്സ് ഓഫ് മൈനസ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് ടി എന്ന് കിട്ടി. ഇതിന് ഇവൺ ആൻഡ് സിഗ്നൽസ് ക്ലിയർ ആയില്ലേ? ഇവൺ ആൻഡ് ഓഡ് സിഗ്നൽസ് ക്ലിയർ ആയില്ലേ? യെസ്, ഇതൊരു സിഗ്നലിന്റെ വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇവൺ സിഗ്നൽ ആണെങ്കിൽ എക്സ് ഓഫ് മൈനസ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ആണ്. ഓഡ് സിഗ്നൽ ആണെങ്കിൽ എക്സ് ഓഫ് മൈനസ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് ടി ആണ്. ഇവൺ സിഗ്നൽ സിമെട്രിക്കൽ അബൌട്ട് വെർട്ടിക്കൽ ആക്സിസ് ആണ്. ഓഡ് സിഗ്നൽ ആന്റി സിമെട്രിക്കൽ അബൌട്ട് വെർട്ടിക്കൽ ആക്സിസ് ആണ്. എക്സാമ്പിൾ ഇവൺ സിഗ്നലിന് കോസ് ഒമേഗ ടി, ഓഡ് സിഗ്നലിന് സൈൻ ഒമേഗ ടി. ഓക്കെ, ഇതാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ. ഇനി അതിലൊരു പോയിന്റ് കൂടി പറയാനുള്ളത്, any signal can be expressed as a sum of two signals, that is even and odd signals. നമുക്ക് ഏത് സിഗ്നൽ എക്സ് ഓഫ് ടിനെയും നമുക്ക് സം ഓഫ് ഇവൺ ആൻഡ് ഓഡ് സിഗ്നൽസ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. അതൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, എനി സിഗ്നൽ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ സം ഓഫ് ഇവൺ സിഗ്നൽ ആൻഡ് ഓഡ് സിഗ്നൽ. ഓക്കെ, അതിൽ എക്സ് ഇ ഓഫ് ടി ഇവൺ സിഗ്നലിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതുപോലെ ഓഡ് സിഗ്നലിന്റെ ഇക്വേഷൻ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി ബൈ 2. എക്സ് ഓഫ് മൈനസ് ടി ആണ്.
അപ്പൊ എന്താണ് വേറൊരു പോയിന്റ് ഉള്ളത്? എനി സിഗ്നൽ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എ സം ഓഫ് ഇവൺ ആൻഡ് ഓഡ് സിഗ്നൽസ്. നമുക്ക് എല്ലാ സിഗ്നൽസിനും ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെങ്കിൽ എക്സ് ഓഫ് ടിന്റെ ഇക്വേഷൻ ft plus x of minus t by 2, x0 of t is equal to x of t minus x of minus t by 2. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് നോക്കി വെക്കണം. നിങ്ങളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഫൈൻഡ് ഇവൺ ആൻഡ് ഓഡ് കോമ്പണൻസ് ഓഫ് എന്നിട്ട് എക്സ് ഓഫ് ടി എന്നിട്ടൊരു വാല്യൂ തരും. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഇവൺ ആൻഡ് ഓഡ് കോമ്പണൻസ് എക്സ് ഇ ഓഫ് ടിയും എക്സ് സീറോ ഓഫ് ടിയും കണ്ടുപിടിക്കാൻ പറയും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് വേഗം എഴുതിയെടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് എഴുതിയെടുക്കൂ. Find the even and odd components of x of t is equal to 1 plus 2t plus 3t square plus 4t cube. ഇതൊന്നും എന്നിട്ട് ചെയ്തു നോക്കാൻ പറ്റിയേ? അന്ന് ചെയ്ത് നോക്കിയേ, ചെയ്തൊക്കെ പറ്റുമോ എന്നൊന്ന് ട്രൈ നോക്കിയേ. Okay, find the even and odd components of x of t is equal to 1 plus 2t plus 3t square plus 4t cube. അപ്പോൾ എന്താ, ഈ ഇക്വേഷൻ കൊടുത്താൽ മതി. ഇവൺ സിഗ്നലിന് എക്സ് സി ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ബൈ 2, എക്സ് സീറോ ഓഫ് ടി അല്ലെങ്കിൽ എക്സ് ഓഫ് ടി ഓഡ് സിഗ്നൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി ബൈ 2. ഈ രണ്ട് ഇക്വേഷനിലും ഈ എക്സ് ഓഫ് ടിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവൺ ആൻഡ് ഓഡ് കോമ്പണൻസ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതൊന്ന് എഴുതിയെടുത്തിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കും. ഈ ഇത് ഹോംവർക്കായിട്ട് എടുത്തോ. മറ്റേ പീരിയോഡിസിറ്റിന്റെ ഡിസ്ക്രീറ്റ് ടൈമിന്റെ ആ ക്വസ്റ്റ്യൻ ഞാനത് നിങ്ങൾക്ക് പിന്നെ തരാം, നിങ്ങൾക്ക് പിന്നെ ചെയ്ത് നോക്കാം. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് എഴുതിയെടുക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒറ്റ 2 ലൈനേ വേണ്ടുള്ളൂ. എക്സ് ഓഫ് ടിയും എക്സ് സീറോ ഓഫ് ടിയും കാണാം. ഓക്കെ, അപ്പൊ ഒന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞോ. റോൾ നമ്പർ 1. Present, miss. ഓർഡറാണോ ഇതിന്റെ? 5. ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? 1 2 3 3 4 ഒക്കെ ഇല്ലേ? ഓക്കെ, 5 6 5 6 എന്താരും? ഓക്കെ, 7 7 8 9 10. ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് അറ്റൻഡൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നുകൂടി ഇന്നും എന്താ ഈ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ലാസ്റ്റത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഹോംവർക്കായിട്ട് നാളത്തേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം.